ക്രിസ്ത്യാനികളോടും സമസ്തയോടും ഒരേ സമീപനം. കണ്ടങ്ങള് ക്രിസ്ത്യാനികൾ മരിച്ചാൽ നമ്മൾ മയ്യത്ത് കയറ്റാൻ പോകില്ല. ക്രിസ്ത്യാനികളെ മക്കളെ നമ്മളെ കെട്ടൂല. നമ്മളെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പന്നിനെ തിന്നാലും നമ്മൾ തിന്നൂല. ക്രിസ്ത്യാനികൾ അർത്ഥത് നമ്മൾ തിന്നൂല. ഇതുപോലെ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളെ പോലെയാണ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ എന്നാണ് ആ പച്ചക്ക് പറയുന്നത്. ഒരേ സമീപനം. എനിക്ക് ഇവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബൂബക്കറിനോടും എനിക്കൊരേ സമീപനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വഹാബികളായിട്ട് മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കിയ മുസ്ലിം മുശ്രിക്ക് ഐക്യവേദി ആകുള്ളൂ. ഒന്ന് കാബഡിയല്ലേ അത്? ഇവിടെ രാമനെയും അതുപോലെ ജോസഫിനെയും അബൂബക്കറിനെയും കൂട്ടിയിരുത്തിയ മതേതര ഐക്യവേദിയാകുള്ളൂ, മുസ്ലിം ഐക്യവേദിയാവൂല. എന്തുകൊണ്ട്? ആ സുന്നിയെ ഇവൻ മുസ്ലിമായി അംഗീകരിക്കണില്ല. പക്ഷേ ഇത് തൊള്ളവടയ. ഇവരുടെ കൂട്ടത്തിൽ ഫൈസൽ മൗലവി എന്നൊരു മൗലവി ഉണ്ട്. മൂപ്പര ബാപ്പ നല്ല മനുഷ്യനാ, അള്ള ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. ആ ബാപ്പ രാവിലെ മമ്പുറ മക്കാമ് പോവും, വൈകുന്നേരം വീട്ടിൽ പോവും, അങ്ങനെ ജീവിച്ച മനുഷ്യനാണ് ഫൈസൽ മൗലവി. എന്ത് ചെയ്യാനാ, പഴച്ചുപോയി എന്ന് മാത്രമല്ല നാട്ടിൽ കൂടെ മുഴുവൻ അയാൾ പ്രസംഗിച്ചു. എന്താണ്? എൻ്റെ ബാപ്പ മമ്പറത്തെ പൂജാരിയാണ്, മമ്പറം തങ്ങൾ കിടത്തിയ വിഗ്രഹമാണ് എന്ന് മുജാഹിദീങ്ങൾ പ്രസംഗിച്ചു. അവിടുത്തെ പൂജാരിയാണ് എൻ്റെ ബാപ്പ എന്ന് പ്രസംഗിച്ചു. ഞാൻ എൻ്റെ ബാപ്പാനോട് അതിൻ്റെ പേരിൽ പിണങ്ങി 14 കൊല്ലം വീട്ടിൽ കയറിയിട്ടില്ല എന്ന് പ്രസംഗിച്ചു. പക്ഷെ ആ ബാപ്പ മരിച്ചപ്പോൾ ഇയാൾ തലക്കും പുറത്തുണ്ട് എന്ന് മാത്രമല്ല, മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു ഖബർ സന്തോഷാക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ആ സുന്നിയായ പണ്ഡിതന് വേണ്ടി ദ്വാരക്കാൻ അവിടെ വന്നപ്പോൾ തങ്ങൾ പാപ്പാനെക്കാളും മേലെ കൈ ഉയർത്തി ആമീൻ പറയാൻ നിൽക്കുകയാണ് ചങ്ങാതി. എന്താ സംഗതി അറിയങ്ങള്? ബാപ്പാനെ മറ ചെയ്തിട്ട് അവിടെ അനന്തരം ഊരിയേക്കണൊരു പരിപാടി ഉണ്ട്, അവിടുന്ന് ഔട്ടാകാൻ പറ്റൂല. അതന്നെ പ്രശ്നോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുജാഹിദീങ്ങളെ, നിങ്ങളിവിടെ എത്ര സുന്നി കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്? ക്രിസ്ത്യാനികളെ നിങ്ങൾ കെട്ടുമോ? ഇനി അഥവാ കെട്ടിയാൽ തന്നെ ആ നിക്കാഹ് എന്താ മിശ്ര വിവാഹമല്ലേ ആകുള്ളൂ? മക്കൾക്ക് ബാപ്പ ഉണ്ടാവുമോ? ഇതൊക്കെ അത്ര എളുപ്പ. അങ്ങനെ ഊരമ്മ കുടുങ്ങിയതൊന്നും ഒഴിഞ്ഞു പോകൂല നിങ്ങളെ തൗഹീദ്. എത്ര ബഡായിയാണ് ഈ പറയുന്നത്. എന്നാൽ ഇത് അത്ര എളുപ്പമാണോ മുജാഹിദ്? എന്നാ ഒന്ന് കാണിച്ചു തരി. നാളെ തന്നെ കെട്ടിയോളം ആചാരാക്കാക്ക് തിരിച്ചേൽപ്പിച്ച് നിങ്ങളെ പെരിയിലെ മൗലൂദ് ഒഴിവാക്കി രണ്ടാമത് നിക്കാഹ് കിടത്തിയിട്ടാണ് ഇനി നമുക്ക് കലാപരിപാടിയുള്ളൂ എന്ന് പറയാൻ നട്ടലുള്ള മുജാഹിദുണ്ടോ? ജിന്ന മുജാഹിദുകളെ, ഇത് നിങ്ങളുടെ നിലപാടാണോ? ഫൈസൽ മൗലവി മറുപടി പറയട്ടെ, ആ ഹുസൈൻ സലഫി മറുപടി പറയട്ടെ. ഇവിടെയുള്ള പാണക്കാട് സാദാത്തുക്കളെ വിളിച്ച് അവരുടെ അധ്യക്ഷതയില് മുസ്ലിം ഐക്യവേദിക്കിരിക്കുന്ന വഹാബികളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ സുന്നികളോട് സലാം പറയുന്ന വഹാബികളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ അച്ചായന്മാരോട് സലാം പറയാറുണ്ടോ? അവർ മരിച്ചാൽ മയ്യത്ത് സ്കരിക്കാറുണ്ടോ? മുന്നിലിരുന്നതൊക്കെ കേൾക്കുമ്പോ പടച്ചോൻ തന്ന തലച്ചോറുകൊണ്ട് ഒന്നാലോചിച്ചൂടെ മുജാഹിദീങ്ങള്? ഇതിന് മൂക്ക് കീപ്പട്ടാകുക എന്നുള്ള ഒറ്റ ക്വാളിറ്റി പോരെ ഈ ഡയലോഗിന്റെ പോയത്തം മനസ്സിലാക്കാൻ. ഇയാള് മാത്രല്ല, ചൊയലി എന്ന് പറഞ്ഞൊരു മൗലവിണ്ട്. മൂപ്പര് പറയാണ് ഈ നാട്ടിലെ പള്ളിയൊക്കെ